എന്റെ കൂടെ ഉള്ളത് ദ വൺ ആൻഡ് ഓൺലി റിവ്യൂ സ്റ്റാർ ആറാട്ടണ്ണനും വിഷ്ണു കൊച്ചിക്കാരനുമാണ്. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ആറാട്ടണ്ണൻ, അതല്ലാതെ ശരിക്ക് റിയൽ ലൈഫിൽ താങ്കൾ ആരാണ്? മണ്ടൻ, മരമണ്ടൻ. ഞാൻ എഞ്ചിനീയറാണ്, ഫിലോസഫറാണ്, എന്നിട്ട് എന്താ കാര്യം? ആക്ടറാണ്, ആങ്കറാണ്, മൂവി റിവ്യൂറാണ്. എല്ലാം സ്വയം അങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഇതൊന്നും അല്ലാത്ത സന്തോഷ് വർക്കി ആരാണ്? ഈ ഒരു നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? നെഗറ്റീവ് കമന്റ്സ് നേരിടാൻ ഞാൻ എന്നെക്കാളും എടുക്കാൻ പെരേരയാണ്. എന്നധികം പൂഴ്ത്തി വഷളാക്കരുത്. പുള്ളി കമന്റ്സ് മുഴുവൻ വായിക്കും. പുള്ളി ഒന്നും ബാധിക്കില്ല. ഭയങ്കര തൊലിക്കട്ടിയാണ്. അതും പോയി കഴിയുമ്പോൾ അവന്റെ കുറ്റം പറയാതെ അത്രയും തൊലിക്കട്ടി എനിക്കില്ല. കളിയാക്കുവാണ്. എന്നാലും ഞാനും കോമാളിയാണ്. എനിക്കൊരു കോമാളി പേജാണ്. കാരണം മീഡിയ കോമാളിത്തം കാണിക്കും, എന്നെ വളച്ചൊടിക്കും മീഡിയക്കാരല്ല, ട്രോളന്മാരെ നമ്മൾ കോമാളിയാക്കിയത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ അത്രയും നല്ലത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും ട്രോളർമാർ നിങ്ങളെ അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാ കാര്യം പറയുന്നത്. പക്ഷെ അത് കോമഡി ആക്കി മാറ്റുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ട്രോൾ എൻജോയ് ചെയ്യാറുണ്ട്, എന്റെ ട്രോൾ പോലും എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ചില പെൺകുട്ടികൾ ട്രോള് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ അവർക്കൊരു കോമാളിയായിട്ട് എന്നെ തോന്നിയിരുന്നു. നീ ഒന്ന് സമാധാനിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? പക്ഷെ ട്രോള് നല്ല ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്, എല്ലാവർക്കും പറ്റില്ല. ഈ ബിഗ് ബോസിലോട്ട് വിളി വന്നിട്ടുണ്ടോ? എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുകയാണെങ്കിൽ പോവോ ബിഗ് ബോസ്? എനിക്കത് വളരെ നെഗറ്റീവ് പ്രോഗ്രാമായിട്ട് തോന്നി. ഞാൻ ബിഗ് ബോസ് കാണാറില്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. ഈ തവണ കയറാൻ ചാൻസ് പെരേരയാണ്. കിട്ടും. അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോണ് മസാലയാണ്. അങ്ങനെയാണ് കുറെ മസാല വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഇട്ടത്. അങ്ങനെയാണ് ഒരു കേസെല്ലാം വന്ന് ആകെ പ്രശ്നമായിരിക്കാം. ഇപ്പോഴത്തെ 2K ഗസ്റ്റ് ആയാലും അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കുകയും ചെയ്യാണ്ടോ, അപ്പൊ അവർ കളിയാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഈ കോമാളി ആവാൻ നിൽക്കുന്നു കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ശീലമായി പോയി. കഴിഞ്ഞ പ്രാവശ്യം ഫോറം മാളിൽ വെച്ച് പെരേരയുടെ ബാക്ക് സൈഡിൽ ഒരു പയ്യൻ വന്ന് തോണ്ടി കഴിഞ്ഞപ്പോൾ പെരേര ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ അവൻ എൻ്റെ ബാക്കിൽ തോണ്ടിയിടാന്ന് പറഞ്ഞു. കാര്യം പെരേര ഇങ്ങനെ നടക്കുള്ളൂ, താറാവ് നടക്കണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ 3 പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, നീക്ക് നാണയില്ലടാ ചെയ്യാനായിട്ടെന്ന് വെച്ച്, ബാക്കിൽ തോണ്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തന്നെ ഉമ്മാരെന്ത് ചെയ്ത്, താനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയറി ഈ ഷർട്ടിൽ കയറി പിടിച്ച്. അപ്പൊ ഞാനും കയറി പിടിച്ച്. അങ്ങനെ പിടിച്ച് അങ്ങാട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15ഓളം പിള്ളേർ വന്നിട്ട് ഇവന്മാരെ കൂട്ടുകാരപ്പുറത്തേക്കാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാവരും എന്നെ മതിലിൽ ചേർത്ത് നിർത്തി. നല്ലോണം കിട്ടിയല്ലേ? എല്ലാവരും എന്നെ മതിലിൽ ചേർത്ത് നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോ പെരേര ഓടി രക്ഷപ്പെട്ട്. ഇവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയ അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ